വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്നിതാ ഞാനൊരു അടിപൊളി ഐറ്റാണ് വന്നത് കേട്ടോ. ഒരു 4 മണി പലഹാരം. ഇത് ഉണ്ടാക്കാനായിട്ട് വളരെ ചിലവൊന്നുമില്ല, വളരെ അവൈലബിൾ ആയിട്ടുള്ള, അതായത് വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി കേട്ടോ. പിന്നെ ഇതിൽ നമ്മൾ ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ ഇനോയോ ഈസ്റ്റോ ഒന്നും ചേർക്കുന്നില്ല. അങ്ങനത്തെ ഒന്നും ചേർക്കാതെ തന്നെ നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയി നോക്കാം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന്. ഇതൊരു പഴുത്ത ചക്കയാട്ടോ, കണ്ടോ, പഴഞ്ചക്ക, ചിലരെല്ലാം കൂഴച്ചക്ക എന്ന് പറയും. അപ്പം ഞാനിതൊന്ന് കൈ മതി, നമുക്ക് കത്തിയൊന്നും വേണ്ട കേട്ടോ, കൈ കൊണ്ട് തന്നെ പൊളിച്ചെടുത്ത് ഇതുകൊണ്ട് നമുക്ക് ഒരടിപൊളി പലഹാരം ഉണ്ടാക്കാം. കണ്ടോ, കത്തിയുടെ സഹായം കൂടാതെ തന്നെ ഇതാ ചക്കെല്ലാം പൊളിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതുകൊണ്ട് നമുക്കൊരു അടിപൊളി അപ്പം ഉണ്ടാക്കാം. അപ്പോൾ ഇതാ കൈ കൊണ്ട് തന്നെയാണ് പറിച്ചെടുക്കുന്നത് കേട്ടോ, വളരെ ഈസിയാണ്. അതിൽ നിന്ന് ഇതാ കുറച്ച് ചുളയല്ലേ ഞാനിങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഈ സാധനം കൂടരുത്. ഇതാ അതിൻ്റെ മേലെ ഉണ്ടല്ലോ, നമ്മുടെ കുരുവിൻ്റെ മേലെ ഒരു കവറിങ് ഉണ്ടാവും. ആ പ്ലാസ്റ്റിക് കവറിങ് അല്ലാണ്ട് അതിൻ്റെ മേലെ തന്നെ ഇതാ ഇങ്ങനെ, ഇത് കൂട്ടാൻ പാടില്ല കേട്ടോ. അതില്ലാതെ കുറച്ച് ചുളകളെല്ലാം എടുത്ത് മിക്സീൻ്റെ ജാറിലിട്ട് ഒന്ന് പൾസ് മോഡിൽ അടിച്ചടിച്ചെടുക്കുക കേട്ടോ. 5-6 പ്രാവശ്യം പൾസ് ചെയ്തിട്ട് പിന്നെ നല്ല പേസ്റ്റാക്കി അരച്ചെടുക്കുക കേട്ടോ. ഇതുപോലെ ഇപ്പം ഇതാ നമ്മൾ അരച്ചെടുത്ത പൾപ്പ്, ചക്കേൻ്റെ പൾപ്പ് ഞാൻ 2 കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാ ഈ കപ്പിന് 2 കപ്പ്. ഇനി ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടെ വേണം. അപ്പം അതിനാദ്യം തന്നെ ഞാനിതാ കുറച്ച് തേങ്ങാക്കൊത്ത് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് കുറച്ച് നെയ്യിലോ വെളിച്ചെണ്ണയിലോ ഒന്ന് ചോപ്പിച്ചിട്ട് ഇതിലിടണം, ഒന്ന് വഴറ്റിയിട്ട്. ഇത് കുറച്ച് നെയ്യ് ഒഴിക്കുക കേട്ടോ. എന്നിട്ട് ഒന്ന് ചൂടാകുമ്പം ഇതാ ഈ തേങ്ങാക്കൊത്ത്, ഇതിപ്പോൾ ഒരു നല്ലോണം ഒരു പിടി ഉണ്ട് കേട്ടോ. ഇതൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇത് ഞാൻ ഉണങ്ങിയ കൊപ്പരയാണ് എടുത്തത്. കൊപ്പരയെല്ലാം നമ്മളെ കൊട്ടത്തേങ്ങയില്ലേ ഇല്ലത്. അപ്പം നിങ്ങൾക്ക് അതില്ലെങ്കിൽ നാളികേരം പൂണ്ടെടുത്താലും മതി. ഇതുപോലെ ചെറുതായിട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കണം. അപ്പം ഞാൻ ഇതൊന്ന് വറുത്തെടുക്കട്ടെ. ഇതാ ഇത് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി സ്റ്റവ് ഓഫ് ചെയ്ത് നമുക്കിത് നമ്മൾ എടുത്ത് വെച്ച ചക്കയിലേക്ക് ഒഴിക്കുക കേട്ടോ. അതാ 2 കപ്പ്. അപ്പോൾ ഇതിലേക്ക് നമ്മളിപ്പോൾ അത് ഇട്ടു. ഇനി അതിലേക്ക് 2 കപ്പ് അരിപ്പൊടി ഇടണം. നമ്മൾ ചക്ക എടുത്ത അതേ ചക്കേൻ്റെ ഇതെടുത്തില്ലേ പ്യൂരി, അതേ കപ്പിന് 2 കപ്പ് അരിപ്പൊടി ഇടുക ഞാൻ. ഇതാ 1, എന്നിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് നോക്കാം. പോരെങ്കിൽ പിന്നെ കുറച്ചും കൂടി ഇടാമല്ലോ. ഇതാ ഇപ്പം ഇത് 2 കപ്പ് അരിപ്പൊടി ഇട്ടു കേട്ടോ. ഇനി ഇതിലേക്ക് 1-2 സാധനം കൂടെ വേണം. പിന്നെ ഇതാ 2 അണി ശർക്കര. ഞാനിതാ 1.5 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കേട്ടോ. അപ്പം നമുക്കൊന്ന് ഒരക്കല്ലിട്ട് ഒന്ന് കുത്തിപ്പൊടിച്ചാൽ പണി എളുപ്പം കഴിയും. ഇതാ ശർക്കര പൊടിച്ചു അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. വെള്ളത്രേ ഉള്ളൂ കേട്ടോ, അധികം വെള്ളം ചേർക്കണ്ട. ഇനി നിങ്ങളുടെ ചക്കയ്ക്ക് നല്ല മധുരം ഉണ്ടെങ്കിൽ ശർക്കര ചേർക്കണമെന്നില്ല, ഈ സ്റ്റെപ്പ് ഒഴിവാക്കാം കേട്ടോ. പിന്നെ ഷുഗർകാർക്കൊക്കെ വേണ്ടി ഉണ്ടാക്കുകയാണെങ്കിൽ അതും ചെയ്യും, അതും മധുരം ഒഴിവാക്കാം. ഇനി അതുമല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാര ഉപയോഗിക്കുക കേട്ടോ. അപ്പം ഇതൊന്ന് ഉരുകട്ടെ. ഇത് ശർക്കര ഉരുകി വരുമ്പോൾ അതിലേക്ക് ഒരു ഇത്തിരി ഉപ്പിടുക കേട്ടോ, കുറച്ച്, ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി. ഇതാ ഉരുക്കിയ ശർക്കര നമ്മൾ ഇതിലൂടെ അരിച്ചു വയ്ക്കുക കേട്ടോ. എന്തെങ്കിലും കരടൊക്കെ ഉണ്ടെങ്കിൽ പോട്ടെ. ശർക്കരയിൽ അധികം വെള്ളമാക്കരുതേ. അധികം വെള്ളമാക്കിയാൽ നിങ്ങൾ അധികം പൊടി ഇടേണ്ടി വരും, അത്രയേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. ഇനിയിപ്പോൾ നമ്മൾ ശർക്കര ആഡ് ചെയ്തുകൊണ്ട് ഇതിലേക്ക് ചിലപ്പോൾ കുറച്ച് പൊടി ആഡ് ചെയ്യേണ്ടി വരും. നമുക്ക് നോക്കാം എത്രയാണ് വേണ്ടത് വെച്ചാൽ എടുക്കാം കേട്ടോ. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യത് നല്ല പോലെ. ഇതിലേക്ക് ഇനി ഇതാ ഞാനൊരു 2 ടീസ്പൂൺ എള്ള് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എള്ള് 2 ടീസ്പൂണാണ്.
എള്ളൊക്കെ ഇട്ടാൽ നല്ല ടേസ്റ്റാണ്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാം. പിന്നെ ഒരു 1.5 ടീസ്പൂൺ നല്ല ജീരകം, 1.5 ടീസ്പൂൺ നല്ല ജീരകം. ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക കേട്ടോ. ചൂടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ സ്പൂൺ കൊണ്ടാക്കണത്. അത് കഴിഞ്ഞിട്ട് ഒന്ന് കൈ കൊണ്ട് നല്ല പോലെ മിക്സ് ചെയ്യട്ടെ കേട്ടോ. ഇതാ ഞാൻ സ്പൂൺ കൊണ്ട് തന്നെ നല്ല പോലെ മിക്സ് ചെയ്തു. അപ്പോൾ കുറച്ചുകൂടി വേണം പൊടി കേട്ടോ. അപ്പം നമുക്ക് ഒരു 1/4 കപ്പ് പൊടി ചേർത്ത് നോക്കാം. പൊടി ഇതാ 1/4 കപ്പാണ്. അപ്പോൾ 2.25 കപ്പ് നമ്മൾ മൊത്തത്തിൽ ചേർത്തു. ഒരു കുറച്ചുകൂടി ചേർക്കാം നമുക്ക്. അപ്പോൾ 1/4 കപ്പ് പൊടി ചേർക്കാം. ഓക്കെ, ഇതാ ഇപ്പോൾ 2.5 കപ്പ് പൊടി എടുത്തു. നമ്മൾ ഒരു 2 കപ്പിലധികം ഉണ്ടായിരുന്നു കേട്ടോ ഇത് പൾപ്പ്. അപ്പം അതിന് 2.5 കപ്പ് പൊടി എടുത്തു. പിന്നെ പൊടി എന്ന് പറഞ്ഞാൽ ചില പൊടിക്ക് വറവ് കൂടുതലുണ്ടാവും, അപ്പോൾ അത്രയൊന്നും വേണ്ടി വരില്ല. നല്ല പോലെ മിക്സ് ചെയ്യുക കേട്ടോ. പിന്നെ ഇതാ ഒരു 1.5 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടിയിട്ട് നല്ല പോലെ മിക്സ് ചെയ്ത്, ഏലക്കായ ഇട്ട് ഞാൻ നല്ല പോലെ മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതുപോലെ കുറേശ്ശെ കോരിയിട്ട് ഇതാ ഞാൻ അടുപ്പത്ത് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ വെച്ചേട്ടോ. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴാണ് ഇതിൻ്റെ നല്ലൊരു ടേസ്റ്റ് വരിക കേട്ടോ. അപ്പോൾ നമുക്കിനി ഓരോന്ന് ചുട്ടെടുക്കാം കേട്ടോ. എണ്ണ ചൂടായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഇതിനങ്ങനെ പ്രത്യേക ഷേപ്പൊന്നും ഉണ്ടാവില്ല കേട്ടോ, നമ്മളിങ്ങനെ കോരിയിടുന്നോണ്ടല്ലേ, അതുകൊണ്ട്. പിന്നെ ശ്രദ്ധിക്കണേ, കോരിയിടുമ്പോൾ കൈക്കൊന്നും പറ്റരുത്. ഇതൊന്ന് വീഴാൻ കുറച്ച് പ്രയാസം ഉണ്ടാകും. അപ്പം ഞാൻ ഇതുപോലെ കുറച്ച് കോരിയിടട്ടെ കേട്ടോ. ഒരു ഭാഗം വെന്ത് വരുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ഇതിലേക്ക് ഇടുമ്പോൾ എണ്ണ നല്ല ചൂടായിരിക്കണം കേട്ടോ. പിന്നെ അത് കുറച്ച് കഴിഞ്ഞിട്ട് മീഡിയം ഫ്ലെയിമിലാക്കണം. ഇതാ ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് കോരിയെടുക്കുക. വേറൊരു അരിപ്പയിലേക്ക് കോരിയിടുക. അപ്പം എണ്ണയൊന്ന് വാർന്ന് പോയിക്കോട്ടെ. കൈ നനയ്ക്കുക കേട്ടോ. നമ്മൾ സ്പൂൺ കൊണ്ട് ഇട്ടപ്പോൾ അത്ര വലിയ ഷേപ്പൊന്നും കിട്ടിയില്ല. എന്നിട്ടിതാ ചെറുങ്ങനെ എങ്ങനെ പിടിക്കുക കേട്ടോ. എന്നിട്ട് ദോ അടുപ്പത്തേക്ക് ഇട്ട് കൊടുക്കുക. കൈ വീണ്ടും നനയ്ക്കുക. ഒരുപാട് വെള്ളമൊന്നും ആക്കണ്ട കേട്ടോ. അപ്പോൾ കുറച്ചുകൂടി ഒരു ഷേപ്പ് കിട്ടും. അപ്പം ഞാൻ ഇതുപോലെ ഇത് മുഴുവനും ഒന്ന് ചുട്ടെടുക്കട്ടെ, എന്നിട്ട് നമുക്ക് കാണാം ബാക്കി. വളരെ ചെലവ് കുറഞ്ഞതും എന്നാൽ നമുക്ക് ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റി കേട്ടോ. ആരോഗ്യപരമായിട്ടും ഇത് വളരെ നല്ലൊരു പലഹാരമാണ്. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണേ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. എല്ലാം ചുട്ട് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇത് വളരെ ടേസ്റ്റിയാണ്. ഇത് ഞാൻ മുറിച്ചിട്ടുണ്ട്, വെന്തിട്ടുണ്ട്, ഉള്ളെല്ലാം നല്ല പോലെ വെന്തിട്ടുണ്ട്. യമ്മിയാണ് കേട്ടോ. ഇതാരും പറയില്ല ചക്കയാണെന്നൊന്നും. ചക്ക ഇഷ്ടപ്പെടാത്തവർ ഇത് എങ്ങനെയെങ്കിലും തിന്നു പോകും. ഇനിയുണ്ടോ ചോദിക്കുമോ. ഇത്രയും നേരം വീഡിയോ വാച്ച് ചെയ്തതിന് താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട് ആൾസോ. ഇതുവരെ നിങ്ങൾ എന്നെ വളരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും സബ്സ്ക്രൈബേഴ്സ് എല്ലാം കൂടിയത് കേട്ടോ. അപ്പം എല്ലാവരോടും ഞാൻ വളരെ വളരെ നന്ദിയുള്ളവളാണ്. ഓക്കെ, ഇനിയൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്.